ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞിട്ടാ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കേണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ മാത്രമല്ല, നമുക്ക് ഈ ഒരു പരിപാടിയും കൂടി ഉണ്ട്, മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വിറകുപൊളിനി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് ആദ്യത്തെ സൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൈറ്റിൽ ചെന്ന് അവിടുത്തെ പരിപാടികൾ കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഐസ്ക്രീം വണ്ടി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളട്ടെ. അങ്ങനെ ചെന്ന പാടെ തന്നെ വിറകടുപ്പിക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്. പിന്നെ നമ്മൾ സമയം കളയുന്നില്ല, നമ്മളെ മെഷീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ മുട്ടികളും തടികളൊക്കെയാണ് നമുക്ക് പൊട്ടിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിൻ്റെ താഴായിട്ട് നമുക്ക് അവിടെ വർക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് താഴ്ത്തൊരു നിലയിൽ കണ്ടപ്പോൾ ഞാൻ മേപ്പിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടോ. അങ്ങനെ അവിടുത്തെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ അടുത്ത സൈറ്റിലെത്തി അവിടെ വിറകടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 2 മണിക്കൂർ അടുത്ത് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് ഓട്ടോക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു, ബുക്കിംഗ് ആയിരുന്നു. ചാമക്കാല ബീച്ച് പാലസിൽ കയറുന്നിട്ടേ ഓട്ടം. അങ്ങനെ ഓട്ടം പോയി നേരെ വന്ന് ഒരു 200 രൂപ കൈ നീട്ടം വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോൾ വണ്ടി ആകെ പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി അങ്ങോട്ട് വാഷ് ചെയ്യാൻ തന്നു. സാധാരണ എല്ലാവരും രാവിലെയാണ് വണ്ടിയൊക്കെ വാഷ് ചെയ്യാറ്. നമുക്ക് രാവിലെ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഇത് പരിപാടിക്ക് നിൽക്കണം. പിന്നെ നമ്മൾ ഒറ്റക്കല്ല ഇത് ചെയ്യണത്, നമുക്ക് ഹെൽപ്പർമാരായിട്ട് 3-4 ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ സൈഡാക്കിയിട്ട് അവരാണ് ഇപ്പോൾ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് ക്യാമറ പിടിച്ചൊരു സൈഡിലേക്ക് മാറിക്കോളാൻ തന്നെ അവർ പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഷെരീഫ് കട ചായക്കടയിൽ പോയി ഒരു ചാർജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അങ്ങനെ ഇക്കാടെ ഒരു പൊളവളപ്പം ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഒന്ന് ചാർജായി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ടിട്ട് വെളുപ്പിന് 2 മണി വരെ നമുക്ക് ചായ ഉണ്ട് കേട്ടോ. മെമ്പറിന് ആ ചായ എടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 9:45 നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. കൂടെ നാളെ കാണാം.